ഹരേ കൃഷ്ണ. കർമ്മദേവത ശനിദേവ് വക്രി അവസ്ഥയിൽ, റെട്രോഗ്രേഡ് അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. ജൂലൈ 13 മുതൽ നവംബർ 27 വരെ 138 ദിവസം വരെയാണ് ശനിയുടെ ഈ വക്രി അവസ്ഥ. കന്യരാശിക്കാർക്ക് ഈ സമയം അവരുടെ ജീവിതത്തിൽ ഏത് ഭാവത്തിലാണ് ശനി വക്രിയെന്നും അതുകൊണ്ട് കന്യരാശിക്കാർക്ക് ലാഭമോ നഷ്ടമോ എന്നറിയാം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടിയുള്ള ഉപായങ്ങളും അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കുന്നതായിരിക്കും. രാശിചക്രത്തിലെ 6ാമത്തെ രാശിയാണ് കന്യ രാശി, വിർഗോ രാശി. രാശിസ്വാമി ബുധൻ. നിങ്ങളുടെ രാശിയിൽ നിന്നും 7ാം ഭാവത്തിലാണ് ശനി ട്രാൻസിറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ശനിയുടെ ദൃഷ്ടി 9ാം ഹൗസിൽ, 1ാം ഹൗസിൽ, 4ാം ഹൗസിലുമുണ്ട്. അപ്പോൾ ഈ 7ാം ഹൗസിൽ ശനിയുടെ ഗോചരം അത് എന്താണ്? 7ാം ഹൗസ് എന്താണ്? നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ, നിങ്ങളുടെ സ്നേഹബന്ധത്തിൻ്റെ, നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൻ്റെ, നിങ്ങളുടെ ഓപ്പോസിറ്റിൽ നിന്ന് ആരാണോ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളോട് ഡീൽ ചെയ്യുന്നത്, അതിൻ്റെയാണ് 7ാം ഭാവം. കൂടാതെ നിങ്ങളുടെ ഡെയിലി ഇൻകം ഏതാണെന്ന് വെച്ചാൽ അതാണ് നിങ്ങളുടെ 7ാം ഭാവം. അപ്പോൾ ഈ 7ാം ഭാവത്തിൽ ശനി വക്രിയിൽ വരുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർ ആണെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് വേണ്ടി കുറേ കാലമായിട്ട് നിങ്ങളുടെ ആലോചനയിലായിരുന്ന ഒരു കാര്യം ഈ സമയത്ത് അത് യാഥാർത്ഥ്യത്തിൽ ആകാൻ പോകുന്ന സമയം. പെൻഡിങ് കർമ്മത്തെ കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള സമയം. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു കുറേ നാളുകളായിട്ട് നിങ്ങൾ ആലോചനകൾ ചെയ്തിട്ടും ഒന്നും ശരിയാകാതിരുന്ന ഒരു കാലമാണ്. പക്ഷെ ഈ സമയത്ത് ആ പെൻഡിങ് കർമ്മം എന്തെങ്കിലും കാരണവശാൽ അത് നടക്കാതെ പോയെങ്കിൽ ഈ സമയം ആ കാര്യം കംപ്ലീറ്റ് ചെയ്യുന്നതിനും ആ കാര്യം യാഥാർത്ഥ്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനും ഉള്ള സമയം. 9ാം ഹൗസിലെ ദൃഷ്ടി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സമയം. പുതിയ ഏതെങ്കിലും കോഴ്സിൽ ചേരുന്നതിനോ അതുപോലെ തന്നെ ട്യൂഷൻ പോലെയുള്ള ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുന്നതിനോ ഉള്ള സമയം. ഈ സമയം, ഈ വക്രി അവസ്ഥയിലായിരിക്കുന്ന സമയം നിങ്ങൾ എന്തു ചെയ്താലും വിദ്യാഭ്യാസപരമായി അതിന് നിങ്ങൾക്ക് നല്ല നേട്ടം കൊണ്ടുവരികയും ചെയ്യും.